നമസ്കാരം. സംസ്ഥാന വ്യാപകമായി പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി മലപ്പുറം ജില്ലയിലെ എടപ്പാളിലെത്തിയതായി പോലീസിന് വിവരം കിട്ടി. ഓഗസ്റ്റ് 5-ന് ഇയാൾ എടപ്പാളിലെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലും സമീപത്തെ റെസ്റ്റോറന്റിലും ചായക്കടയിലും എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുറ്റിപ്പുറം, എടപ്പാൾ, ചങ്ങരംകുളം മേഖലകൾ കേന്ദ്രീകരിച്ച് ആയങ്കി യാത്ര ചെയ്തിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലിയേക്കര ടോൾ പ്ലാസ കടന്ന ഇയാൾ കേരളം വിട്ടിട്ടുണ്ടാകാം എന്ന് പോലീസ് സംശയിച്ചിരുന്നുവെങ്കിലും മലപ്പുറത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണം പുതിയ വഴിത്തിരിവിലെത്തി. മുൻപും ആയങ്കിക്കൊപ്പം എടപ്പാളിലെത്തിയിട്ടുള്ള എടപ്പാൾ വട്ടക്കുളം സ്വദേശികളായ അബൂബക്കർ സിദ്ദിഖ്, ഫൈസൽ, നൌഫൽ, അഷ്കർ എന്നിവർ ഇത്തവണയും ഇയാൾക്കൊപ്പമുണ്ടെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി. സോഷ്യൽ മീഡിയ വഴി ആയങ്കിയുമായി അടുത്ത ബന്ധമുള്ള ഇവർ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയതായി കണ്ടെത്തി. തുടർന്ന് തിരൂർ DYSP AM സിദ്ദിഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങരംകുളം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അതിനിടെ ഒളിവിലിരുന്നു കൊണ്ട് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിക്കുന്നത് തുടരുന്ന ആയങ്കിയെ പിടികൂടുന്നത് പോലീസിന് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കണ്ടാൽ വെടിവെക്കാൻ ഉത്തരവുകളുണ്ടെന്ന വാർത്തകളോട് മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നായിരുന്നു ആയങ്കിയുടെ സോഷ്യൽ മീഡിയ പ്രതികരണം. ആകാശ് തില്ലങ്കേരിയും ആയങ്കിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മറുവശത്ത് മുഖ്യമന്ത്രി VD സതീശനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ കുറിപ്പ് പങ്കുവച്ച് ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിന് എറണാകുളം റൂറൽ സൈബർ പോലീസ് ആയങ്കിക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. മനോജ് ജോസ് ആഴകത്ത് നൽകിയ പരാതിയിലാണ് ഈ നടപടി. അതേസമയം ആയങ്കിയെ ന്യായീകരിക്കേണ്ട ചുമതല തനിക്കില്ലെന്നും ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കി. ആയങ്കി വിഷയത്തിൽ കാര്യങ്ങൾ പോലീസ് നോക്കിക്കൊള്ളുമെന്നും റൌഡികൾ പലതും പറയുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നിലവിൽ ആലുവ റൂറൽ SP KS സുദർശന്റെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ DYSP KR മനോജിന്റെ മേൽനോട്ടത്തിൽ ഊന്നുകൽ ഇൻസ്പെക്ടർ BS ആദർശ് അടങ്ങുന്ന 11-അംഗ സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിക്കായി തെരച്ചിൽ നടത്തുന്നത്. എടപ്പാളിലെ റെസ്റ്റോറന്റിൽ ആയങ്കി എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണ സംഘം നീക്കങ്ങൾക്ക് വേഗം കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ DYSP AM സിദ്ദിഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായവും വസതിയും ഒരുക്കി നൽകിയ 5 പേരെ പോലീസ് പിടികൂടിയിരുന്നു. അതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരവും സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതുമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കുവച്ചതിന് അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് പുതിയ കേസുകൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.